PSCയിലെ ഓരോ റിസൾട്ടുകൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും CCയുടെ സ്റ്റുഡന്റ് ഉണ്ടാവും ഏറ്റവും ടോപ്പ് റാങ്കിൽ. ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ഇതാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിലുള്ള വാല്യൂം ചെക്ക് ചെയ്യും, അതിന്റെ ടൈപ്പും ചെക്ക് ചെയ്യും. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അതുല്യ. അപ്പൊ ഈ ട്രേഡ്സ്മാൻ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും നിങ്ങളിൽ പല ആൾക്കാരും അല്ലെ. അപ്പം ഈ എക്സാമിന് എന്ന് പറയുന്ന സമയത്ത് വളരെ കുറഞ്ഞ കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ് ഈ ഒരു ട്രേഡ്സ്മാൻ IT എന്ന് പറയുന്നത്. പക്ഷെ സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിൽ അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിൽ പലരും എന്താണ് ഇപ്പോഴും ചിന്തിക്കുന്നത്, ഓക്കെ ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ, അപ്പൊ എനിക്ക് ഇനിയും പഠിക്കാൻ ടൈം ഉണ്ട്, ഞാൻ നാളെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ പഠിച്ചു തുടങ്ങാം. അങ്ങനെയായിരിക്കും നിങ്ങളിൽ പലരുടെയും മനസ്സിലിപ്പോൾ ഉള്ളത് അല്ലെ. പക്ഷെ നമുക്കിനി ഒരുപാട് ടൈം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ ഈ ഒരു ഇതിന്റെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പരീക്ഷാ കലണ്ടറിൽ അങ്ങനെ പറയുന്നുണ്ട്. PSC എന്ന് പറയുന്ന സമയത്ത് മുന്നൊക്കെ ആയിരുന്നെങ്കിൽ എക്സാമിന്റെ കലണ്ടർ വന്നാലും അതൊന്നും ആരും മൈൻഡ് ആക്കാറില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരിക്കലും എക്സാം കണ്ടക്ട് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ടൈമിൽ വന്ന പരീക്ഷാ കലണ്ടറിനനുസരിച്ച് തന്നെയാണ് PSC എന്ത് നടത്തുന്നത്, എക്സാം നടത്തുന്നത്. അപ്പൊ ട്രേഡ്സ്മാൻ എക്സാമിന് നമുക്ക് മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സമയത്ത് മെയ്യിൽ നമുക്ക് എക്സാം ഉറപ്പായും ഉണ്ടാകും. ഇത് ഏതാ മാസം? ഇതിപ്പം ഫെബ്രുവരി ആയില്ലേ, ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. അപ്പൊ ഫെബ്രുവരി പെട്ടെന്ന് അങ്ങ് തീരും. പിന്നെ മാർച്ച്, ഏപ്രിൽ 2 മാസം മതിയോ ഇത്രയും പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ? നിങ്ങൾ ഈ ഒരു സിലബസ് വെച്ച് ഫുൾ പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു 2 മാസം പോരാ അല്ലേ. പക്ഷേ നിങ്ങൾ കൃത്യമായ പ്ലാനോടും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടന്റ് പാർട്സ് മനസ്സിലാക്കി അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആ രീതിയിൽ എടുത്ത് എക്സാം എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം കവർ ചെയ്യാൻ സാധിക്കും. കവർ ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ടോപ്പ് റാങ്ക് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. കാരണം ഈ ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ, വീണ്ടും പറയാണ്, ഈ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന സമയത്ത് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. NCA അല്ലെങ്കിൽ ITI ട്രേഡ്സ്മാൻ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുക അല്ലെ. അപ്പം ഇത്രയും കോമ്പറ്റീഷൻ കുറവുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ കൃത്യമായ പ്ലാനോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഒരു റാങ്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇത് CCയുടെ ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് CCയുടെ ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് നേടിത്തരുക എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും എന്താ പറയാ, നമ്മുടെ ഒരു പ്രയത്നം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾ തന്ന റിസൾട്ടുകൾ, PSCയിലെ ഓരോ റിസൾട്ടുകൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും CCയുടെ സ്റ്റുഡന്റ് ഉണ്ടാവും ഏറ്റവും ടോപ്പ് റാങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡ്സ്മാനും എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളോട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായ മാർഗരേഖ തന്നുകൊണ്ട് നിങ്ങളെ ടോപ്പ് റാങ്കിൽ എത്തിക്കാൻ തന്നെയാണ് CC എന്നും ശ്രമിക്കാറ്, ഇനിയും അങ്ങോട്ട് ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഏറ്റവും 25 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു വെബ് ടെക്നോളജി അല്ലെങ്കിൽ HTML, CSS, ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 25 മാർക്കാണ്. എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പല ആൾക്കാരും ഇപ്പോഴും ചിലപ്പം വെബ് ഡിസൈനിങ് ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെ. HTML ഏറ്റവും നമ്മൾ സ്കൂൾ ലെവലിൽ വരെ പഠിച്ചിട്ടുള്ളതാണ് HTML എന്ന് പറയുന്നത്. ഇതിലെ ടാഗുകൾ നമ്മൾ ഒരു പ്രാവശ്യം നന്നായി ഒന്ന് വൃത്തിക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടാഗുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 25 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റുന്ന ഒരു പോർഷൻ ആണ് ഈ പറയുന്ന HTML, CSS, ജാവ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ PHP എന്ന് പറയുന്നതൊക്കെ. പിന്നെ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രിന്റേഴ്സ് ആണ്. പ്രിന്റേഴ്സും നിങ്ങൾക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അതും ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ സ്കോറും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്. പിന്നെ എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്? എവിടെയും നമുക്ക് സ്റ്റക്ക് ആവേണ്ടതില്ല അല്ലെ. നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിലുള്ള ഇമ്പോർട്ടന്റ് നോട്ടുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിലേക്ക് കുറച്ചു നേരം ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലയന്റ് സൈഡിൽ നിന്ന് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഡാഷ് മെത്തേഡ് റിട്ടേൺസ് ദ ഇൻഡെക്സ് ഓഫ് ദി ക്യാരക്ടർ പാസ്ഡ് ടു ഇറ്റ് ആസ് ആൻ ആർഗ്യുമെന്റ്.
ഒരു ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്യുക, ഫംഗ്ഷൻ പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിലെ ഇൻഡെക്സ് അല്ലെ, ഈ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, ഇൻഡെക്സ് ക്യാരക്ടറിന്റെ ഓരോ ക്യാരക്ടറിന്റെയും ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്? ഒട്ടും നിങ്ങൾക്ക് സംശയം വേണ്ട, ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ഇതാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഓക്കെ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഏതൊക്കെയാണ്? ജാവ, അതുപോലെ തന്നെ VB സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റ്, ജാവ അല്ല കേട്ടോ, ജാവാ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ VB സ്ക്രിപ്റ്റ്. അപ്പൊ ഈ ജാവാ സ്ക്രിപ്റ്റിന്റെ കേസ് ആയിരിക്കും ഇവിടെ വരിക, അല്ലെങ്കിൽ VB സ്ക്രിപ്റ്റിന്റെ കേസ് ആയിരിക്കും ഈ ഒരു പോർഷനിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് ഇൻഡെക്സ്, ഒരു ക്യാരക്ടറിന്റെ ഇൻഡെക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന മെത്തേഡ് ക്യാരറ്റ് ആണോ? അല്ല. A and B അല്ല, നമുക്ക് ഉറപ്പിക്കാം. നൺ ഓഫ് ദ അബോ അല്ല. ഏതാണ്? ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്യാരക്ടറിന്റെ ഇൻഡെക്സിങ്, ഒരു ഫംഗ്ഷനിൽ, ഒരു മെത്തേഡിൽ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻഡെക്സിങ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിന്റെ ഇൻഡെക്സിങ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നത്. മറന്നു പോവാൻ പാടില്ല, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ഫോർ റൈറ്റിംഗ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ്? ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. PHP, ASP എന്നൊക്കെ പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഓക്കെ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇതെന്തില്ല, എൻഡ് യൂസറിന് വിസിബിൾ അല്ലാത്ത ലാംഗ്വേജിനെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. എൻഡ് യൂസറിന് വിസിബിൾ അല്ലാത്ത ലാംഗ്വേജിനെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജാവാ സ്ക്രിപ്റ്റ്? ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ക്ലയന്റിന് വ്യൂ ചെയ്യാൻ പറ്റുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാവാ സ്ക്രിപ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റ് കോഡ് ബിറ്റ്വീൻ എ പെയർ ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമില് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലാണ് നമ്മുടെ ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോൺ ഇൻലൈൻ ആണോ, എക്സ്റ്റേണൽ ആണോ, റെഫറൻസ്ഡ് ആണോ, ഇൻലൈൻ ആണോ? നമ്മൾ ഇങ്ങനെ ടാഗിന്റെ ഉള്ളിൽ എപ്പോഴാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് കൊടുക്കുക? നമ്മുടെ ഫയൽ ഒരു HTML ഫയൽ ആണെങ്കിൽ, നമ്മുടെ ഫയൽ ഒരു HTML കോഡ് ആണെങ്കിൽ അവിടെ നമ്മൾ ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. നമ്മൾ എന്തിനാ ജാവാ സ്ക്രിപ്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? HTML ഫയലിന്, നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന HTML ഫയലിന് എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ക്രിപ്റ്റ് നമ്മുടെ HTML-ലേക്ക് എംബഡഡ് ചെയ്യാനാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ HTML പ്രോഗ്രാമിൽ നമുക്ക് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് .js എന്ന് പറയുന്ന ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, .js എന്ന് പറഞ്ഞ് എക്സ്റ്റൻഷൻ ഉള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് HTML-ലേക്ക് ലിങ്ക് ചെയ്യാം. അതിനാണ് എക്സ്റ്റേണൽ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണലി നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം, പിന്നെ നമുക്ക് ടാഗിന്റെ ഉള്ളിൽ കൊടുക്കാം. ഇതിനെന്താണ് പറയാ? ഇതാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻലൈനിൽ കൂടെ, അതായത് നമ്മൾ HTML കോഡിന്റെ ഇൻലൈൻ നമ്മൾ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്, ജാവാ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇൻലൈൻ ആണ്. ഓക്കെ, എക്സ്റ്റേണൽ ആണെങ്കിൽ അതെങ്ങനെയാണ്? നമ്മൾ .js എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും, അതിനെ നമ്മൾ നമ്മുടെ HTML-ലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ കമ്പാരിസൺ ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ് ഓഫ് ദ ഫോളോയിങ്. 3 ഈക്വൽ ടു, നമ്മൾ ഒരു ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട്. ഒരു ഈക്വൽ ടു എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് അല്ലെ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് ആ വാല്യൂ റൈറ്റ് സൈഡിൽ ഉള്ളതിലേക്ക് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. പിന്നെ 2 ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഈക്വൽ ടു അല്ലെ. അതായത് ലെഫ്റ്റ് സൈഡിലുള്ളയും റൈറ്റ് സൈഡിലുള്ള വാല്യൂവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. അപ്പൊ ഈ 3 ഈക്വൽ ടു വരുന്ന സമയത്ത് എന്താണ് ഇതിന്റെ അർത്ഥം? നോട്ട് ഈക്വൽ വാല്യൂ ഓർ നോട്ട് ഈക്വൽ ടൈപ്പ്. അതല്ല, ഈക്വൽ ടു എന്നാ ചോദിച്ചല്ലേ, അപ്പൊ അതല്ല. ഈക്വൽ ടു, ഇതാണ് ഈക്വൽ ടു, അപ്പം ഇതും അല്ല. ഈക്വൽ വാല്യൂ ആൻഡ് ഈക്വൽ ടൈപ്പ് നൺ ഓഫ് ദ എബോ അല്ല. ഈക്വൽ വാല്യൂ ആൻഡ് ഈക്വൽ ടൈപ്പ്, അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
എ എന്ന് പറയുന്ന വാരിയബിളിലുള്ള വാല്യൂവും ഇതേയും ഇത് ബി ആണെങ്കിൽ എ എന്ന് പറയുന്ന വാരിയബിളിലുള്ള വാല്യൂവും ബി എന്ന് പറയുന്ന വാരിയബിളിലുള്ള വാല്യൂവും ഈക്വൽ ആവണം. അതേ ടൈമിൽ തന്നെ എയിലുള്ള വാല്യൂന്റെ ടൈപ്പും ബിയിലുള്ള വാല്യൂന്റെ ടൈപ്പും ഈക്വൽ ആവണം. അതായത് 6 ഈക്വൽ ആണ്, ഇതൊരു ഇന്റീജർ ആണ്, ഇതൊരു ഇന്റീജർ ആണ്, സോ അതും ഈക്വൽ ആണ്. അപ്പൊ ഇതെന്താണ്? ട്രൂ ആണെന്ന് പറയാം. പക്ഷേ ഇതിപ്പോ 6 ആണ്, പക്ഷെ ഇത് ഫ്ലോട്ട് ആണ് എങ്കിൽ ഇതെന്തല്ല? ട്രിപ്പിൾ ഈക്വൽ ടു അല്ല. കാരണം അതിന്റെ ഡാറ്റ ടൈപ്പ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വാരിയബിളിലുള്ള വാല്യൂം ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ അതിന്റെ ഡാറ്റ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യും. അതാണ് ട്രിപ്പിൾ ഈക്വൽ ടുവിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി മറന്നുപോലല്ലോ, ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിലുള്ള വാല്യൂം ചെക്ക് ചെയ്യും, അതിന്റെ ടൈപ്പും ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് ഹൗ ഡു യു റൗണ്ട് ദ നമ്പർ 7.25 ടു ദ നിയറസ്റ്റ് ഇന്റീജർ? റൗണ്ട് ചെയ്യുക അല്ലെ? റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.25 ഒന്നെങ്കിൽ 7 ആക്കി റൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ 8 ആക്കിയിട്ട് റൗണ്ട് ചെയ്യും. അതായത് പോയിന്റ് വാല്യൂന് ഒഴിവാക്കിയിട്ട് റൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാത്ത് ഡോട്ട് റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ റൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ മാത്ത് ഡോട്ട് റൗണ്ട് എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, മാത്ത് ഡോട്ട് റൗണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇനി ഞാൻ വീണ്ടും പറയാണ്, എന്താണ്? നമുക്ക് ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ പരീക്ഷാ കലണ്ടർ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി ചിന്തിക്കാനുള്ള ദിവസങ്ങൾ പെട്ടെന്നാണ് തീരുക അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. CCയുടെ കൂടെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു തരാന്ന് അറിയണ്ടേ? എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CC എന്ന് പറയുന്ന സമയത്ത് പുതിയ സിലബസിനനുസരിച്ച് പുതിയ തിയററ്റിക്കിലൂടെ അതുപോലെ തന്നെ പുതിയ മാനദണ്ഡങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും തരുന്നത്. അതായത് നമ്മുടെ പുതിയ സ്ട്രാറ്റജി പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത് അല്ലെ? ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്? കാരണം നമ്മളൊരു സിലബസ് എത്തിക്കഴിഞ്ഞാൽ ആ സിലബസിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും അവിടുന്ന് ഇവിടുന്ന്. കാരണം നമുക്കറിയാം, നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് വളരെ പരിമിതമായ ബുക്കുകൾ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലെ? അപ്പൊ ഈ ബുക്ക് എടുക്കുന്ന സമയത്ത് അതിൽ തന്നെ ഒരുപാട് ഉണ്ടാവും. നമ്മൾ അപ്പൊ തന്നെ നമുക്ക് പഠിക്കാനുള്ള മൂഡേ അങ്ങ് പോകും അല്ലെ? നമ്മളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ, ഓക്കെ ഞാൻ HTML കുറിച്ച് പഠിക്കാം, ടാഗ് എന്താണ്, ടാഗ് എവിടെയാണ്, ടാഗ് എങ്ങനെ ടാഗ് കൊടുക്കും, ഇങ്ങനെ നോക്കും. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, അതിനെ കുറിച്ചുള്ള ഒരു എസ്സേ പോലെ ഉണ്ടാവും. ഇത് വായിച്ചെടുക്കാൻ തന്നെ നമുക്ക് ഇത് വേണ്ട, ഈ ടോപ്പിക് വേണ്ട, എന്തെന്നാ OS പഠിക്കാം. OS പഠിക്കാൻ എടുക്കുന്ന സമയത്തോ വീണ്ടും തിയറി, ഇത് വേണ്ട, നമുക്ക് അടുത്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മറ്റുള്ളതിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കും. അവസാനം നമ്മൾ എന്താ തീരുമാനിക്കുക? ഇത് എന്നെ കൊണ്ട് പറ്റും തോന്നില്ല, ഞാൻ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക എല്ലാവരും അല്ലെ? പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പകരം ഈ ഒരു പോർഷനിൽ എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടന്റ് അത് നിങ്ങൾ പഠിക്കണം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ ആര് വേണം? ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെ നിർബന്ധമായും വേണം. കാരണം നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ് അല്ലെ, നമ്മൾ ഉന്തി വിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് പോവും, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്നേ പോവുള്ളൂ എന്ന് പണ്ട് മുതലേ പറയുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ഈ ഉന്തി വിടാൻ ആരുണ്ട്? CC ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാമിന് വേണ്ടി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയും. ഒരു മാസത്തെ സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അപ്പൊ നിങ്ങൾ വീണ്ടും ഹറിബറി ആയിട്ട് പഠിക്കേണ്ടി വരും അല്ലെ? ഇപ്പൊ ആവുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് ഓരോ പോർഷനും നമുക്ക് അതിലുള്ള പാർട്ടുകൾ സിമ്പിൾ ആയിട്ട് പഠിച്ച് പോകാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു എന്താ പറയാ ഫീച്ചേഴ്സ്, കോഴ്സിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചില്ലെന്ന് ആരും നോക്കില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നോക്കുക. പക്ഷേ നമ്മുടെ ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്, നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ് എങ്കിൽ ഈ സ്റ്റുഡന്റ് ഡെയിലി എന്ത് ആക്ടിവിറ്റി ചെയ്യണം, അത് ചെയ്യുന്നില്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്ലി എക്സാം, അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അല്ലെ? നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ എക്സാമുകൾ കണ്ടക്ട് ചെയ്ത് എക്സാമുകൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് വിലയിരുത്താൻ പറ്റും. ഓക്കെ, എനിക്ക് ഇന്ന പോർഷൻ കുറച്ചും കൂടെ ഒന്ന് പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, അപ്പൊ എനിക്ക് ആ ഒരു പോർഷൻ അധികം നോക്കണ്ട. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പൊ എത്രത്തോളം കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീക്കിലി എക്സാമിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില പോർഷൻ നമ്മൾ ചില ട്രിക്സുകൾ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിന് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ചില പോർഷൻ നമ്മൾ കുറച്ച് ടിപ്പുകൾ ഉണ്ടാവും, ആ ടിപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ജനറൽ നോളജ് ഇല്ല അല്ലെ. സാധാരണ PSC എല്ലാം ചോദിക്കുന്നതാണ് കറന്റ് അഫയേഴ്സും ജനറൽ നോളജും ഒക്കെ. പക്ഷേ ട്രേഡ്സ്മാൻ പോലത്തെ എക്സാംസിന് അതില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് പോയാൽ മതി. അപ്പൊ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ റീഫ്രഷ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത്. അത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, നോട്ടുകൾ. ചില ആൾക്കാർക്ക് നോട്ടുകൾ എഴുതിയും അതുപോലെ തന്നെ നോട്ടുകൾ വായിച്ചും ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടുള്ള നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഓരോ പോർഷനെ കുറിച്ചുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഈ ലൈവ് ക്ലാസ് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണം എന്താ, നമ്മൾ പഠിച്ച എവിടെ എത്തി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഈ ഒരു ലൈവ് ക്ലാസ് കൊണ്ട് സാധിക്കും. അപ്പൊ ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മെന്ററുമായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ, ഒരുപാട് ഡൗട്ടുകൾ, കാരണം എല്ലാവരും കുറെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ ഈ ഗ്യാപ്പ് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ലൈവ് സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പൊ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തോളൂ. നാളെ തന്നെ നമുക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഏത് നമ്പറിലേക്കാണ് വിളിക്കേണ്ടതെന്ന് അറിയാലോ, 8089200474. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഈ ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിരിക്കും ഈ വീഡിയോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കരുത്. കാരണം പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അതുപോലെ CCയുടെ വാട്സ്ആപ്പ് ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ഫോളോ ചെയ്തോളാം. ട്രേഡ്സ്മാൻ എക്സാമും അതുപോലെ തന്നെ മറ്റ് എക്സാമുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ എല്ലാം തന്നെ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക്